കേരളം കാത്തിരുന്ന ചോദ്യത്തിന് ഉത്തരമായ ഒരു ദിവസമാണ് ഇന്ന്. പി ദിവ്യ എവിടെ? ആരാണ് പി ദിവ്യയെ സംരക്ഷിക്കുന്നത്? പോലീസ് ദിവ്യയെ കണ്ടെത്തുന്നതിൽ അനാസ്ഥ കാട്ടുന്നു. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ ദിവ്യ പ്രത്യക്ഷപ്പെട്ടു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. കീഴടങ്ങാൻ എത്തിയതെന്ന് പറയുന്നു. അതിൽ വ്യക്തതയില്ല. കീഴടങ്ങാൻ എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. പക്ഷേ ദിവ്യ അറസ്റ്റിലായിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഇതിപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്തയുമായി മാറുന്നു. ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നമുക്കറിയാം, ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയ സാഹചര്യത്തിൽ പി ദിവ്യയുടെ അറസ്റ്റ് ഇടതുമുന്നണിക്ക് ആശ്വാസമാണ്. ഇനിയും കീഴടങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെയാണ് കീഴടങ്ങൾ നാടകം എന്ന വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നാടകമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ചയാകേണ്ട ഒരു വിഷയം, ഇത്ര ദിവസം ചർച്ചയായ ഒരു വിഷയം ഇനിയും പറഞ്ഞു നിൽക്കാൻ ഒരു കാരണമായോ ഇടതുമുന്നണിക്ക്? ഇനി അവരുടെ നേതാക്കന്മാർക്ക് പ്രതികരണങ്ങൾ പറയാം. കാരണം ദിവ്യയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ പോലീസ് ദിവ്യയെ പിടിച്ചല്ലോ, ഇനി തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമാവേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞു വെക്കാം. പക്ഷെ അപ്പോഴും അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ നാടകീയ സംഭവ വികാസങ്ങളും ഇനിയും ചർച്ചയാകും വരും ദിവസങ്ങളിലും. തീർച്ചയായിട്ടും CPM ആഭ്യന്തര വകുപ്പ് ദിവ്യയെ സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം BJP ഒക്കെ ശക്തമായി തന്നെ ഉയർത്തുന്നത്. ഇന്ന് ഈ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും വരെയും അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴും എവിടെയാണ് ദിവ്യ എന്ന കാര്യത്തിൽ നേരത്തെയൊക്കെ പ്രതിപക്ഷം ആരോപിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തന്നെ സംരക്ഷിക്കുമ്പോൾ എങ്ങനെ ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഏതായാലും ദിവ്യ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. കീഴടങ്ങാൻ അവസരം കൊടുത്തു എന്ന് പ്രതിപക്ഷം ഇനിയും സ്വാഭാവികമായി പറയാൻ അവസരമുണ്ടാകും. ഏതായാലും സർക്കാരിന് CPM ഒരു പരിധിവരെ ആശ്വസിക്കാം. ഇന്ന് രാവിലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ട് മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, തള്ളിയ ശേഷം അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും നിയമത്തിന് കീഴടങ്ങും, നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ദിവ്യയ്ക്കുള്ള സന്ദേശമായിരുന്നു. കോടതി വിധി വരും വരെ കാത്തിരിക്കുകയായിരുന്നു CPM ദിവ്യയുടെ കാര്യത്തിൽ. അത് തന്നെ CPM ആവർത്തിക്കും. കോടതി വിധി എന്താണെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ദിവ്യ കീഴടങ്ങാതിരുന്നത്. അല്ലെങ്കിൽ അതിന് പോലീസിന് കൃത്യമായ സന്ദേശം സർക്കാർ നൽകിയത്. ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകാൻ പാടില്ല. പോലീസിന്റെ ഭാഗത്താണ് തീരുമാനമുണ്ടായത്. എല്ലാ കേസിലും പോലീസ് അന്വേഷണ സംഘമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു ഇടപെടലും ഒരു നിർദ്ദേശവും CPMന്റെയോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ദിവ്യ ഇങ്ങനെ ഇപ്പോൾ അറസ്റ്റിലാകേണ്ടി വരുന്നതെന്ന ന്യായം സ്വാഭാവികമായും CPM പറയും. അപ്പോഴും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു വരും. ഇത്രയും നാൾ ആര് സംരക്ഷിച്ചു? എന്തുകൊണ്ട് ദിവ്യയെ കണ്ടെത്താൻ കേരള പോലീസിനെ പോലെ ഏറ്റവും പേരുകേട്ട ഒരു ഏജൻസിക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യം ഉയർന്നു വരും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അറസ്റ്റായി കീഴടങ്ങലായി സ്വാഭാവികമായും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. എന്നിരുന്നാലും സർക്കാരിനും CPMനും ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വിഷയമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അവർക്ക് ദിവ്യയുടെ അറസ്റ്റ് ഓരോ ദിവസം നീണ്ടുപോയാൽ, അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും നീണ്ടുപോയാൽ അത് പൊതുതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി ഉയർന്നു വന്നുകൊണ്ടേയിരുന്നേനെ. ഇപ്പോൾ ഏതായാലും അത് ആ രീതിയിലാകാതെ പിടിച്ചു നിൽക്കാൻ തൽക്കാലത്തേക്ക് CPMന് കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയും ദിവസങ്ങളുള്ളതുകൊണ്ട് തന്നെ മറ്റു ചില വിഷയങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരും. അങ്ങനെ ഈ വിഷയം മാറുകയും ദിവ്യയെ അറസ്റ്റ് ചെയ്തത് സർക്കാരിന് ഒരു നേട്ടമായി. CPM വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷയായ അത്തരമൊരു നേതാവിനെ പോലും ഇങ്ങനെ കേസ് വന്നപ്പോൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സർക്കാരിന് ശ്രമിക്കാനെങ്കിലും കഴിയും. അറസ്റ്റ് ഇനിയും വൈകിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാക്കിയതിനെ CPMന് തിരിച്ചറിഞ്ഞാണ് നേതൃത്വം അത്തരമൊരു നിലപാടിലേക്ക്. ദിവ്യ കോടതി വിധി, സെഷൻസ് കോടതി വിധിയെ കാത്തിരിക്കണം. അതിനുശേഷം അത് പ്രതികൂലമെങ്കിൽ കീഴടങ്ങണമെന്ന നിർദ്ദേശം പാർട്ടി നൽകിയത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത് നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചർച്ചയായിരുന്നു പി ദിവ്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കണം. അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഇടതുമുന്നണിക്ക് പറഞ്ഞു നിൽക്കാൻ ഒരു ആശ്വാസകരമായ വാർത്ത ഉണ്ട് എങ്കിൽ പോലും ഇതിന്റെ ഒരു ഏത് തരത്തിലാണ് സംഭവം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും TG സജിത്ത് കൂടി ചേരുകയാണ്. സജിത്ത്, ഈ പി ദിവ്യയുടെ കീഴടങ്ങൽ അതൊരു നാടകമാണോ എന്ന ചോദ്യം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായ നിരവധി കാര്യങ്ങൾ സംഭവിച്ചു. പോലീസിന്റെ വേർഷനിൽ തന്നെ നമുക്ക് പല വിധത്തിൽ വ്യാഖ്യാനിക്കാനാകും. ഇത്ര ദിവസം എവിടെയായിരുന്നു? ദിവ്യയ്ക്ക് കൂടി സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കീഴടങ്ങാനുള്ള സംവിധാനം ഒരുക്കിയെന്ന് അടക്കം എന്താണ് മനസ്സിലാക്കേണ്ടത്? സജിത്ത്. യെസ്, വളരെ പ്രധാനപ്പെട്ടതാണത്. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഈ വിവാദം ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാറി മറിയുന്ന വിഷയങ്ങൾക്കിടയിലേക്ക് ഈ വിഷയം വരുമ്പോൾ
ഇത് ഇന്നത്തെ ഈ ഹാജരാവലോടുകൂടി വിവാദം അവസാനിക്കുമെന്നൊരു പ്രതീക്ഷ ഒരുപക്ഷെ സർക്കാരിനും CPM കേന്ദ്രങ്ങൾക്കും ഇടത് കേന്ദ്രങ്ങൾക്കും ഉണ്ടാവാം. പക്ഷേ ഇത് വിവാദം അവസാനിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതൊന്നുകൂടി ശക്തമായ ആളിക്കത്തിക്കാൻ ഇട നൽകുന്നു എന്ന സാഹചര്യം ഒരുക്കുന്നു. പല വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഒന്ന്, ഈ ദിവ്യയ്ക്ക് ഇത്തരമൊരു ഒളിസങ്കേതം ഒരുക്കി കൊടുത്തത് ആരാണ്? ഇവർക്കിങ്ങനെ മാറി നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് എങ്ങനെയാണ്? ഒരേ സമയം കുടുംബത്തിനൊപ്പം എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ദിവ്യയ്ക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്തത്? ഇതിന് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയില്ലായിരുന്നേ? CPM രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെയല്ലേ? പോലീസിന്റെ സൗകര്യമുണ്ടായിരുന്നില്ല? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ദിവ്യയ്ക്കെല്ലാ അനുകൂല സാഹചര്യങ്ങളും പോലീസ് ഒരുക്കി കൊടുത്തു എന്ന സാഹചര്യം ഒരുക്കുന്നു. ഇതാ ഇപ്പോഴത്തെ അറസ്റ്റ് നടപടികൾ പോലും നോക്കൂ. സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന അറസ്റ്റ് രീതിയല്ല സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മാറി ഏറ്റവും സൗകര്യപ്രദമായ സാഹചര്യം ഒരുക്കി കൊടുത്ത് അറസ്റ്റ് എന്നത് സാങ്കേതികതയിൽ മാത്രം ഒതുക്കുന്ന നടപടി ഉണ്ടാകുന്നു. ഒടുവിൽ അവരെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള വൈദ്യപരിശോധനയ്ക്ക് പോലും മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിച്ചടക്കം നിൽക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വേണമെന്ന വാദമല്ല നമ്മൾ ഉയർത്തുന്നത്. പക്ഷേ സാധാരണ ഒരു പൗരന് കിട്ടുന്നതിനും അപ്പുറമുള്ള വലിയ വലിയ പരിഗണനകൾ അവർക്ക് കിട്ടിയെന്ന സാഹചര്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അവിടെ മറുപടി പറയേണ്ടി വരുമെന്ന പശ്ചാത്തലമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രതിപക്ഷത്തിന് ഇത് ഓരോ ദിവസവും ഉയർത്താൻ കഴിയുന്ന വിഷയമാണ്. മാത്രമല്ല, ഇടതു മുന്നണിയിൽ തന്നെ ഇക്കാര്യത്തിൽ രൂപപ്പെടുന്ന ഒരു ഭിന്നത പ്രതിപക്ഷത്തിന് പുതിയ ആയുധമായി കൂടി മാറുന്നുണ്ട്. കാരണം ഇന്ന് മന്ത്രി കെ രാജന്റെ പ്രതികരണം പ്രസക്തമാണ്. ദിവ്യയെ അറസ്റ്റ് ചെയ്തതിൽ കാലതാമസമുണ്ടായി എന്ന കാര്യം സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. റവന്യൂ മന്ത്രിയാണ്. അത് ഇടതുമുന്നണിക്കകത്തെ ആ ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും പ്രകടമാക്കുന്ന കാര്യം കൂടിയാണ്. അങ്ങനെ ഈ അറസ്റ്റ് നടന്നാൽ പോലും, അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ പോലും ഈ വിഷയത്തിൽ വിവാദം ഒഴിയുന്നില്ല എന്നതാണ്. ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതിന് വലിയ പശ്ചാത്തലങ്ങൾ ഒരുങ്ങുന്നുണ്ട്. അത് സ്വാഭാവികമായും ആ തരത്തിൽ ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് കഴിയും. മറുപടി പറയേണ്ട ബാധ്യത ഇടതു മുന്നണിയുടേതായി മാറുകയും ചെയ്യും. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദിവ്യ ഏതായാലും ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ദിവ്യ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നു. ദിവ്യ കീഴടങ്ങുന്നു. ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നതൊക്കെ ഇനിയും വ്യക്തമാകേണ്ടി വരും. പക്ഷേ ദിവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഗത്യന്തരമില്ലാതെ പോലീസിന് മുന്നിൽ എത്തേണ്ടി വരുന്നു. അവിടെ പോലീസ് കൃത്യമായ സാഹചര്യം ഒരുക്കി ദിവ്യയ്ക്ക് അറസ്റ്റിനുള്ള സംവിധാനം ഒരുക്കുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് വളരെ നിർണായകമായ ചില നീക്കങ്ങൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന്, പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് അറസ്റ്റ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. സൈത്ത്, ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്കറിയാം 3 മുന്നണികളും സജീവമായി, BJPയും കോൺഗ്രസും സജീവമായി കൊണ്ടുവന്നിരുന്നൊരു വിഷയമാണ് ദിവ്യ. നമുക്ക് വളരെ നെഗറ്റീവായി CPMന് ഈ 3 മണ്ഡലങ്ങളിലും ബാധിക്കാനിടയായ ഒരു വിഷയം കൂടി ആയി മാറിയിട്ടുണ്ട്. അത്രത്തോളം പൊതുജന വികാരം LDFന് ഈ വിഷയത്തിൽ എതിരായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് ദിവ്യയെ സംരക്ഷിക്കുന്നു എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു നിൽക്കാം. CPI ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ചില സൂചനകൾ നൽകുന്നുണ്ട് എങ്കിൽ പോലും ജനത്തോട് സംസാരിക്കാൻ ദിവ്യയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാം. ആ ഒരു വാദം ഉന്നയിക്കാം. തുടക്കം മുതൽ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത്. ഞങ്ങൾ അന്വേഷണത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമത്തിന്റെ വഴിക്ക്, പൂർണ്ണമായി ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുക എന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ CPM ശ്രമിച്ചിരുന്നു. തർക്കമില്ല, കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് 2 കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ഉപതെരഞ്ഞെടുപ്പിന്റെ സവിശേഷമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുസമൂഹവും മാധ്യമങ്ങളും ആ കുടുംബം, നവീൻ ബാബു എന്ന വികാരം ഉയർത്തുമ്പോൾ അതിനൊപ്പം നിൽക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം CPM സ്വീകരിച്ചിട്ടുണ്ടാവാം. മറ്റൊരു കാരണമുള്ളത്, അത് പത്തനംതിട്ടയിലെ CPMന്റെ ജില്ലാ നേതൃത്വം ഉയർത്തുന്ന ശക്തമായ നിലപാടാണ്. അവർക്ക് കൂടി വഴങ്ങിക്കൊടുക്കുക എന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ആ പൊതുവികാരത്തിനൊപ്പം നിലപാടെടുക്കുന്നു എന്ന തോന്നലുളവാക്കി രാഷ്ട്രീയ പ്രതിരോധം തീർത്തു. അതാണ് CPM പൊതുവിൽ സ്വീകരിച്ചത്. ഒരുപക്ഷെ ഏറ്റവും സ്വീകരിക്കാൻ കഴിയുന്ന, ഇപ്പോഴത്തെ ഏറ്റവും അനുയോജ്യമായ ഒരു രാഷ്ട്രീയ യുക്തിക്ക് ചേരുന്ന ഒരു നിലപാട് CPM സ്വീകരിച്ചു എന്ന് കരുതാം. പക്ഷേ അവിടെയും പ്രതിസന്ധിയായി മാറിയത് ദിവ്യയുടെ ഈ അറസ്റ്റ് ഇത്ര നീണ്ടുപോയതാണ്. പോലീസ് നേരായ വഴിക്കാണ് നീങ്ങുന്നത് എന്ന ഒരു വികാരം പൊതുവിൽ തുടക്കം മുതൽ ജനിപ്പിച്ചിരുന്നു. കാരണം വളരെ വേഗത്തിൽ അവർക്കെതിരായ നടപടി CPMന്റെ ഒരു പ്രസ്താവനയായി പുറത്തു വരുന്നു. അവരെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PP ദിവ്യയെ മാറ്റുന്നു. അങ്ങനെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന പ്രസ്താവനയും നേതാക്കൾ നടത്തുന്നു. അങ്ങനെ ഗൗരവമായ വേഗത്തിലുള്ള ഇടപെടലുകൾ, മുൻപ് കാണാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോയതാണ്. പക്ഷേ പിന്നീട് ഈ ദിവ്യയെ അറസ്റ്റ് എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇത് ജാമ്യഹർജി കോടതിയിലേക്ക് വരികയും അതിൽ വിശദമായ വാദം നടക്കുകയും മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തപ്പോൾ ദിവസങ്ങൾ തന്നെ നീണ്ടുപോയി. ഇതിനിടയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കടന്നു വരികയും ചെയ്തു. അതോടുകൂടി പോലീസും ദിവ്യയ്ക്ക് വേണ്ടി ഒത്തുകളിച്ചു എന്ന തോന്നലുളവാക്കുകയും ഇന്ന് വളരെ പ്രകടമായത് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതാണ് പ്രതിപക്ഷത്തിന് ആയുധമായി മാറുന്നത്. ഫലത്തിൽ ഈ വിവാദം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു സർക്കാരിന്, അത് വലിയ തുടർ വിവാദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അവിടെ പ്രതിരോധിക്കാൻ CPM നേതാക്കൾ മാത്രമേ ഉള്ളൂ എന്ന
സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായും വി അരുൺ കൂടിയുണ്ട് പാലക്കാട്ട് നിന്ന്. അരുണ്, പാലക്കാടൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദിവ്യ എവിടെ എന്ന ചോദ്യം കെ സുധാകരനും വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും BJP നേതാക്കളും ഒക്കെ സുരേന്ദ്രനുമൊക്കെ ഉയർത്തിയതാണ്. ഇപ്പോൾ ദിവ്യത പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള വാദം ഉയർത്താം. നാളെ മുതൽ ഇക്കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പറഞ്ഞു വെക്കാം, പ്രചരിപ്പിക്കാം. പക്ഷെ അപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. എങ്ങനെയായിരുന്നു ദിവ്യ വിവാദം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത് ഈ കാലയളവിൽ? രഞ്ജിത്ത്, നിരവധി വിഷയങ്ങൾ, പാലക്കാട്ടെ പ്രാദേശിക വിഷയങ്ങൾ മുതൽ പാലക്കാട്ടെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ, സ്ഥാനാർത്ഥി പുറത്തു വന്ന സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്, CPM-ൽ കോൺഗ്രസിൽ നിന്നൊരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ടു വന്നയാളെ CPM സ്ഥാനാർത്ഥിയാക്കിയത്, BJP-യിൽ ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായില്ല തുടങ്ങി പല വിഷയങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യ ദിനം മുതൽ സജീവമായിരുന്നു. പക്ഷേ അതല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ADM-ന്റെ ആത്മഹത്യയാണ്. ADM ആത്മഹത്യയിനിടയായ സാഹചര്യമാണ്. അതിൽ CPM നേതാവായ PP ദിവ്യയ്ക്കുള്ള പങ്കാണ്. എന്നിട്ടും ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ അവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്ത പോലീസ് നടപടിയും അവർക്ക് സംരക്ഷണ കവചം തീർത്ത സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുകളുമാണ്, പാർട്ടിയുടെ സംരക്ഷണമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രതിപക്ഷം പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ വിഷയം വലിയ ചർച്ചയാക്കി മാറ്റാൻ പ്രതിപക്ഷം വലിയ രീതിയിൽ ശ്രമിച്ചു. അത് ആ രീതിയിൽ വിജയിച്ചില്ലെങ്കിൽ പോലും ഓരോ ദിവസവും ഈ ദിവ്യയുടെ അറസ്റ്റ് വൈകുന്തോറും ആ വിഷയം കൂടുതൽ ചർച്ചയായും വിവാദമായി ഉയർന്നു വന്നു. രഞ്ജി സൂചിപ്പിച്ച നേതാക്കളൊക്കെ, അത് BJP-യുടെയും കോൺഗ്രസിന്റെയും നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ ആ വിഷയം ഓരോ ദിവസവും ഉയർത്തി ചോദിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും വലിയ വിഷയമായി ഇത് ചർച്ചാ വിഷയം മാറി. ഒരുപക്ഷെ വരും ദിവസം കൂടുതൽ ചർച്ചയായത് മാറിയേനെ. ഇപ്പോൾ CPM ഇത്തരത്തിൽ ദിവ്യയോട് കീഴടങ്ങാൻ പറയുകയും ദിവ്യ കീഴടങ്ങി ഒരുപക്ഷെ ജയിലിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ആ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് പറയാൻ CPM-ന് കഴിയും. പക്ഷേ അവിടെ കൊണ്ടും ഈ വിവാദം അവസാനിക്കുമെന്ന് കരുതാൻ വയ്യ. കാരണം ഇനിയും നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. എന്തുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പ് നവീൻ ബാബു എഴുതിയിരുന്നോ, ആ കുറിപ്പ് പിന്നെ ആരെങ്കിലും മാറ്റിയതാണോ, അത്തരം സംശയങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. ഇത്രയും നാൾ എങ്ങനെ ദിവ്യയെ പിടികൂടാൻ പോലീസിന് കഴിയാതെ പോയി? ദിവ്യയെ പോലെ പ്രധാനപ്പെട്ട നേതാവ് നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പോലീസിന് അത് അറിയാൻ കഴിഞ്ഞില്ല? അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വൈകി? CPM മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സംരക്ഷണവും വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായില്ല? ആരാണ് ദിവ്യയെ ഇത്രനാൾ സംരക്ഷിച്ചത്? പാർട്ടി സെക്രട്ടറിയും ദിവ്യ കീഴടങ്ങുന്ന ഉചിതമായ നിലപാടെടുക്കുമ്പോഴും എന്തുകൊണ്ട് ദിവ്യ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇനിയും പ്രതിപക്ഷത്തിന് ഉയർത്താം, പ്രതിപക്ഷത്തിന് ചോദിക്കാം. പക്ഷേ അവിടെ CPM-നെ പറഞ്ഞു നിൽക്കാനുള്ള ഒരു കാര്യമായി ഇത് മാറുമെന്ന ഉറപ്പാണ്. കാരണം അവർ സ്വാഭാവികമായി ദിവ്യ പോലീസിന് നിയമത്തിനുള്ളിൽ കീഴടങ്ങിയിരിക്കുന്നു. അതിലെ കാലതാമസം പക്ഷേ ഇനിയും ചോദ്യം ചെയ്യപ്പെടും. പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് കിട്ടുന്ന വലിയ ആയുധമായി ഈ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഉയർന്നു വന്ന ഈ ആരോപണം, അല്ലെങ്കിൽ ഇത്തരമൊരു ഒരു സംഭവം, തീർത്തും ദുഃഖകരമായൊരു ആത്മഹത്യ, ഈ വിഷയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉയർന്നു തന്നെ നിൽക്കും. എത്ര CPM മറക്കാൻ ശ്രമിച്ചാലും അത്ര എളുപ്പമൊന്നും ആ വിഷയം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞു പോകാൻ ഇടയില്ല. അത്രയധികം ആഘാതം, ഇമ്പാക്റ്റ് ഈ വിഷയം ഇതിനകം രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ അലയൊലികൾ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതുതന്നെയാണ് CPM ഏറ്റവും ഭയക്കുന്നതും പ്രതിപക്ഷവും BJP-യും ഒക്കെ വലിയ അവസരമായും ആയുധമായും കാണുന്നത്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. സജിത്ത്, മനസ്സിലാകുന്നത് ദിവ്യയെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി എന്നുള്ളതാണ്. ദിവ്യ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. പോലീസ് എന്തായാലും സ്വാഭാവികമായും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. കാരണം കൂടുതൽ തെളിവെടുപ്പുകൾ വേണ്ടിവരും, ചോദ്യം ചെയ്യൽ വേണ്ടിവരും. അപ്പോൾ ആ തരത്തിലാണോ കാര്യങ്ങൾ നീക്കുന്നത്? ഇനി ഇപ്പോൾ അറസ്റ്റിന് കാട്ടിയ ഒരു ആർജവം ഇനിയും തുടർന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കാട്ടേണ്ടി വരും പോലീസിന്. അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകേണ്ടി വരും. എന്തായാലും കസ്റ്റഡി ആവശ്യം പോലീസ് ഉന്നയിക്കും. അത് മജിസ്ട്രേറ്റ് എങ്ങനെ അംഗീകരിക്കപ്പെടും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊട്ട് അടുത്ത ദിവസം നാളെ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത് ദിവ്യയുടെ അടുത്ത നിയമനീക്കമാണ്. അത് ഈ തലശ്ശേരി കോടതിയിൽ തന്നെ അവർക്ക് ജാമ്യാപേക്ഷ സമർപ്പിച്ച് മുന്നോട്ട് പോകാനാവും. നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ദിവ്യയുടെ നിയമവൃത്തങ്ങൾ, ദിവ്യയുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം ആരംഭിച്ച അത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ്. എന്തായാലും കോടതിയിൽ തന്നെ ജാമ്യം എടുക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയെങ്കിൽ പരമാവധി ഒരു ദിവസം മാത്രം അവർക്ക് ജയിലിലോ പോലീസ് കസ്റ്റഡിയിലോ മാത്രം കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എന്തായാലും ഈ കേസ് അത്ര വലിയ പ്രാധാന്യമോ സങ്കീർണതയോ ഉണ്ടാക്കുന്നതല്ല എന്ന വിലയിരുത്തൽ ഇവർക്ക് നടത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് മറ്റൊരു പശ്ചാത്തലത്തിലാണ് എന്നതാണ് അവരുടെ വാദം. എന്തായാലും ഈ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ പ്രസക്തമാണ്. തങ്ങളും പഴുതടച്ച നീക്കം നടത്തി എന്നതാണ് പ്രോസിക്യൂഷന്റെയും വാദം. പോലീസിന്റെ ഇന്ന് രാവിലത്തെ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, അവരുടെ പ്രസ്താവനയൊക്കെ കണ്ടതാണ്. അങ്ങനെ പൊതുവിൽ എന്തായാലും പോലീസ് വിട്ടുവീഴ്ചയില്ലാത്ത
നിലപാട് സ്വീകരിക്കുന്നു എന്ന പ്രതീതി പൊതുവിൽ ജനിപ്പിക്കുന്നു ഉണ്ട്. പക്ഷേ എന്തിനാണ് ഇത്ര സാവകാശം അനുവദിച്ചു കൊടുത്തത് എന്ന ചോദ്യമാണ്. ഈ ഉണ്ടായ കാലതാമസം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം ചെറുതായിരുന്നില്ല, അതിന് മറുപടി പറയേണ്ടി വരും എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇന്ന് രാവിലെയാണ് PP ദിവ്യയുടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ PP ദിവ്യ കണ്ണൂർ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഈ ജാമ്യാപേക്ഷ പൂർണ്ണമായും തള്ളുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. തുടർന്ന് വലിയ ശക്തമായ പരാമർശങ്ങൾ PP ദിവ്യക്കെതിരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. തുടർന്നാണ് ദിവ്യയെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കോടതി തന്നെ പറയുകയാണ്, ഗൂഢാലോചന ദിവ്യയുടെ ഭാഗത്തുണ്ടായിരുന്നു, മനഃപൂർവ്വമായ ശ്രമം ദിവ്യ നടത്തിയിരുന്നു ഈ നവീൻ ബാബുവിനെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ഒഴിവാക്കാനാവില്ല എന്ന തലത്തിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ് ഉണ്ടായത്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് വളരെ ഗൗരവതരമായ കുറ്റമാണ് ദിവ്യ ചെയ്ത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെയും ദിവ്യയുടെ കുടുംബത്തിന്റെയും വാദങ്ങൾ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ടുള്ള വിധിന്യായമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തുടർന്നാണ് കോടതി മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. തുടർന്ന് ഏത് നിമിഷവും ദിവ്യ കീഴടങ്ങും എന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. ഏത് നിമിഷവും ദിവ്യ കീഴടങ്ങും, അത് സംഭവിക്കുക തന്നെ ചെയ്തു. പ്രധാനമായും ദിവ്യ ഏറ്റവും ഒടുവിൽ കീഴടങ്ങാനായി എത്തുന്നു. പോലീസിനും ദിവ്യയ്ക്കും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വെച്ച് പോലീസ് ദിവ്യയെ കണ്ടെത്തുന്നു. ഡ്രൈവറും 2 പാർട്ടി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. തുടർന്ന് പോലീസ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നു. ദിവ്യ തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ ദിവ്യയെ തങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു എന്ന പോലീസിന്റെ വിശദീകരണമൊക്കെ ജനം ഏറെ കൗതുകത്തോടു കൂടിയാണ് കേട്ടത്. എന്നാൽ എന്തുകൊണ്ട് അതിന് മുൻപ് തന്നെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന ചോദ്യമൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതായാലും ദിവ്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറസ്റ്റിലാണ്. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ വായിച്ചു തരും. സൈത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ദിവ്യയെ റിമാൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ തന്നെയല്ലേ? മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. തളിപ്പറമ്പിലാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കുന്നത്. അദ്ദേഹത്തിന്റെ ദിവ്യയുടെ അഭിഭാഷകരടക്കം അവിടെ ഹാജരായിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡി വാദത്തിന് എതിർവാദം ഉയർത്താൻ ദിവ്യയുടെ അഭിഭാഷകരും തയ്യാറായേക്കും. പക്ഷേ സാധാരണ രീതിയിൽ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് തന്നെ കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടുത്തെ നിയമ സാഹചര്യം എത്ര കണ്ട് സങ്കീർണമാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. മജിസ്ട്രേറ്റിന് വീടിന് മുന്നിൽ CPM പ്രവർത്തകരും തടിച്ചുകൂടിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അവിടെ ഒരു സംഘർഷ സാഹചര്യം ഒഴിവാക്കാനായിരിക്കും ശ്രമം. കാരണം ഇന്ന് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴികളിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായതാണ്. യൂത്ത് കോൺഗ്രസിന്റെ മറ്റും കരിങ്കൊടി പ്രതിഷേധവും മറ്റും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് CPM പ്രവർത്തകരും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ വളപട്ടണത്ത് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അവരെ മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയും പ്രതിഷേധത്തിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു CPMന്റെ പ്രവർത്തകരും അവിടെ തടിച്ചുകൂടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് വാഹനം ഇപ്പോൾ വളപട്ടണം പിന്നിടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് മുന്നിൽ അവരെ ഹാജരാക്കും. നാളെ തന്നെ തലശ്ശേരി കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി എത്താനാണ് നീക്കം. അതുമായി ബന്ധപ്പെട്ട നിയമ നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തലശ്ശേരി മജിസ്ട്രേറ്റിന് മുന്നിൽ ദിവ്യയെ ഹാജരാക്കും. പോലീസിന്റെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ വളരെ വേഗത്തിലാണ്. 2.5 മണിക്കൂറോളം ദിവ്യയെ ചോദ്യം ചെയ്തു. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണ്. വൈദ്യപരിശോധന അടക്കം നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷമാണ് ഇപ്പോൾ അവർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. 24 മണിക്കൂറിനകം അറസ്റ്റ് രേഖപ്പെടുത്തി 24 hours ടൈമിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നാണ് നിയമവ്യവസ്ഥ ഉള്ളത് എന്നതുകൂടി ചേർത്ത് വെക്കണം. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകും. ഏതായാലും കാര്യങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിലാണ്. കൃത്യമായ നിർദ്ദേശം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. BV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇനി ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചില്ലറക്കാരിയായ ഒരു നേതാവല്ല. അവർ CPMന്റെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. അവർക്കെതിരെ ഇനിയിപ്പോൾ തെളിയിക്കാനുള്ളത് ബിനാമി ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അവർക്ക് അവരുടെ പമ്പുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ പ്രശാന്തനുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ ചോദിച്ചറിയേണ്ടി വരും. കൂടുതൽ അന്വേഷണങ്ങൾ വന്നേക്കാം. ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റു തലങ്ങളിലും അന്വേഷണം ഒരുപക്ഷെ വന്നേക്കാം. അങ്ങനെ കൂടെ കാണണം. കാരണം ദിവ്യയ്ക്ക് ചെറിയ കുരുക്കല്ല ഇപ്പോൾ. തീർച്ചയായും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതിന്റെ ബാക്കി അന്വേഷണങ്ങൾ കൂടി സ്വാഭാവികമായി ഇപ്പോൾ
ദിവ്യയ്ക്ക് അതിന് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം അല്ലെങ്കിൽ ആ വിഷയത്തിൽ മാത്രമാണ് അന്വേഷണമൊക്കെ ദിവ്യ ഇപ്പോൾ അറസ്റ്റിലാവുകയും ചെയ്തത്. അപ്പുറത്തേക്ക് നിരവധി വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണോ? ഇത്തരത്തിൽ അഴിമതി പണം വാങ്ങിയ ആളാണോ നവീൻ ബാബു? അല്ലെങ്കിൽ മനഃപൂർവ്വം വൈകിച്ചതാണോ? ആർക്കു വേണ്ടിയാണ് അങ്ങനെ? അല്ലെങ്കിൽ ഈ ആരോപണം ഉയർന്നു വന്നത് പ്രശാന്തിന്റെ സാമ്പത്തിക ചുറ്റുപാടെന്താണ്? എവിടെ നിന്നാണ് ഈ പണം പ്രശാന്തിന് ലഭിച്ചത്? തുടങ്ങി നിരവധി വിഷയങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത്ര ഒരു ചെറിയ ഒരു അല്ലെങ്കിൽ ആരോപണം വരുമ്പോൾ തന്നെ പ്രശാന്ത് ഈ നവീൻ ബാബു ആത്മഹത്യയിലേക്ക് പോയത്? ആരെങ്കിലുമായി അദ്ദേഹം ഇക്കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതിന്റെ അന്വേഷണം ആരും നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മാത്രമാണ്, ആ വിഷയത്തിൽ മാത്രമാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുകയും ദിവ്യ അറസ്റ്റാവുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുമുണ്ട്. ഇതിൽ മറ്റെന്തെങ്കിലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോൾ കളക്ടറുടെ ഒരു സ്റ്റേറ്റ്മെന്റായി ഇതുമായി ബന്ധപ്പെട്ട ഈ ഉത്തരവിൽ തന്നെ, അതായത് ഈ ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളും വീണ്ടും ചർച്ചയാവുകയാണ്. കളക്ടറെ ഈ സംഭവത്തിന് ശേഷം ഈ ദിവ്യ ഇങ്ങനെ ശകാരിച്ച് പരസ്യമായി അപമാനിച്ച് പോയ ശേഷം നവീൻ ബാബു ചേംബറിൽ വെച്ചെന്ന് കണ്ടു. അത് ഈ ജാമ്യ ഉത്തരവിന്റെ 34 പേര് ഇങ്ങനെയാണ് പറയുന്നത്: ഹീസ് എ സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ ഹാവിംഗ് ഗുഡ് റെപ്യൂട്ടേഷൻ. ഓഫ് കോഴ്സ് കളക്ടറുടെ മൊഴി എന്ന രീതിയിലാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ഓഫ് കോഴ്സ് ഗോയിങ് ബൈ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ, വൺ ക്യാൻ സീ ദാറ്റ് ആഫ്റ്റർ ദ ഫംഗ്ഷൻ ഓൺ 14/10/2024 ദ ഡിസീസ്ഡ് മെറ്റ് ഹിം ഫ്രം ഹിസ് ചേംബർ. അതായത് ഈ നവീൻ ബാബു ഇങ്ങനെ ഈ വിവാദമായ സംഭവത്തിന് ശേഷം ദിവ്യ അദ്ദേഹത്തെ അധിക്ഷേപിച്ച ശേഷം കളക്ടറെ ചേംബറിൽ വന്ന് കണ്ടിരുന്നു. മെറ്റ് ഹിം അറ്റ് ദ ചേംബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ദ ഡിസീസ്ഡ് സെറ്റ് ടു ദി district collector that he committed a mistake. Of course, it cannot be taken that it is an admission or receiving bribe or other form of corruption. അതായത് ഇങ്ങനെ ഇതിന് ശേഷം കളക്ടറെ നവീൻ ബാബു ചേംബറിൽ കണ്ട് എനിക്കൊരു തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ട്. തെറ്റുപറ്റി എന്ന് പറയുമ്പോഴും അത് അദ്ദേഹം കൈക്കൂലി വാങ്ങിയതോ അല്ലെങ്കിൽ അഴിമതി ചെയ്തു എന്നതിനോ തെളിവായി കാണാൻ ആകില്ല എന്ന് റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് ജാമ്യ ഉത്തരവിന്റെ 34 പേജിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ദിവസങ്ങൾ നടക്കാനുണ്ട്. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്, എന്താണ് അദ്ദേഹത്തിന്റെ കുറ്റബോധം എന്ന കാര്യമൊക്കെ കുറച്ചുകൂടി വ്യക്തമായി വരേണ്ടതുണ്ട്. പക്ഷേ ഇത് ഇവരുടെ ഒരു ആർഗ്യുമെന്റ് ആകാം, ഈ കളക്ടറുടെ മൊഴി എന്ന പേരിൽ ദിവ്യയുടെ അഭിഭാഷകന് പറഞ്ഞ കാര്യമാകാം. പക്ഷേ ഇത് ജാമ്യത്തിൽ അത്തരൊരു ഭാഗം കൂടിയുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ മരണത്തിന് ശേഷം ഇൻക്വസ്റ്റ് നടത്തിയതിന് ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടത്തിയത് കൃത്യമായി തന്നെയാണോ എന്ന സംശയം കുടുംബത്തിനുണ്ട്. അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി ഒരുപക്ഷേ ഈ അന്വേഷണം മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മാത്രമാണ് ദിവ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇത് മാത്രമല്ല, വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രശാന്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം ഉൾപ്പെടെ എന്തുകൊണ്ട് ഇത്രയധികം വാശി അല്ലെങ്കിൽ ഇത്രയധികം വൈരാഗ്യം ദിവ്യയ്ക്ക് ഉദ്യോഗസ്ഥരോടുണ്ടായി, ഈ ഒരു ഇത് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണോ, ഒരു ലൈസൻസ് നൽകുന്നതിൽ കാലതാമസം വരുത്തിയതുകൊണ്ട് മാത്രമാണോ, നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ല എന്ന അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ സ്വാഭാവികം വരുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് പുറകിലുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ദിവ്യയുടെ അറസ്റ്റോടുകൂടി ദിവ്യ ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു വരികയോ ചെയ്യുന്നതോടുകൂടി ഈ വിഷയം അവസാനിക്കില്ല. അതിന്റെ തുടർചലനങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടാകും. ദിവ്യ, അതുപോലെ തന്നെ CPM, അതുപോലെ തന്നെ സർക്കാർ, പോലീസ്, അന്വേഷണ സംഘമൊക്കെ മറുപടി പറയേണ്ടുന്ന നിരവധി വിഷയങ്ങൾ ഇനിയും ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. നമുക്കറിയാം, ദിവ്യയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നത് വളരെ വ്യക്തമാണ്. ഒരുപാട് ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ നടന്നു. ദിവ്യയെ സംരക്ഷിക്കുകയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഏറ്റവും ഒടുവിൽ ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന പശ്ചാത്തലം ഒരുങ്ങുമ്പോൾ അറസ്റ്റല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തരത്തിലെ കാര്യങ്ങൾ എത്തുക കൂടിയാണ് സംഭവിച്ചത്. അതുകൂടി ആകുമ്പോഴേക്കും പോലീസിന് മറ്റൊരു മാർഗം ഇല്ലാത്ത പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. അങ്ങനെയാണിപ്പോൾ ദിവ്യ ഏറ്റവും ഒടുവിൽ ഒരു കീഴടങ്ങലിലേക്ക് വരികയും തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം എന്നത് ഇന്ന് കേരളത്തിൽ നടന്ന ദിവ്യയുടെ അറസ്റ്റ് തന്നെയാണ്. യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. സർക്കാരിന് ഇനി ആശ്വാസം, ആഭ്യന്തര വകുപ്പിന് ആശ്വാസം. പോലീസ് ടീം ഒരുപാട് പഴികേട്ട ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ നിരവധി ചർച്ചകൾക്ക് ശേഷം, കൂടിയാലോചനയ്ക്ക് ശേഷം ദിവ്യ എന്ന CPMന്റെ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട യുവ നേതാവ്, ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു, വളരെ നിർണായകമാറുന്നു. ഇനിയിപ്പോൾ പോലീസിന്റെ നടപടി
ക്രമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യ എന്നുള്ളതാണ്. നിയമവഴികൾ അവർക്കൊട്ടും സുഖമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. ടി ജെ സജിത്തും വി വി അരുണുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. തൃശൂർ മജിസ്ട്രേറ്റിന് വീടിന് മുന്നിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. അവിടെ കോൺഗ്രസ് പ്രവർത്തകരടക്കം തടിച്ചുകൂടിയിട്ടുണ്ട്. ഇന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ച പശ്ചാത്തലം അവിടെ കണ്ടിരുന്നു. കോൺഗ്രസിന്റെയും ലീഗിന്റെയും മറ്റും പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ദിവ്യക്കെതിരെ തളിപ്പറമ്പിലടക്കം സംഘർഷാവസ്ഥ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ്. ദിവ്യ അവിടെ ഹാജരാക്കുമ്പോൾ CPI നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. നാളെ ദിവ്യയുടെ ജാമ്യ ഹർജി വീണ്ടും മൂവ് ചെയ്യും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ദിവ്യയെ കനത്ത പോലീസ് വലയത്തിലാണ് ജില്ലാ ആശുപത്രിയിലും ഈ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തും മറ്റും എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ വാഹനം തടയാൻ ശ്രമിച്ചു. അവിടെ ഉന്തും തള്ളും മറ്റും ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ കമ്മീഷണർ മാധ്യമങ്ങളെ കാണും, വിശദമായി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നാളെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി ദിവ്യയ്ക്കായി നൽകുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ചിരിച്ച മുഖവുമായാണ് ദിവ്യ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് വാർത്ത പൂർണ്ണമായും ദിവ്യ വിഷയത്തിൽ നിൽക്കേണ്ട പശ്ചാത്തലമായിരുന്നു. ഏതായാലും ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. ജനാധിപത്യ